ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നൊരു പുതിയ വർഷം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളുടെ ഒരു പഠനത്തിന്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്കും നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എത്ര ദിവസങ്ങളാണ് നമുക്ക് നമ്മളുടെ പ്രിലിംസിന് വേണ്ടിയിട്ട് ബാക്കിയുള്ളതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മളുടെ ന്യൂസ് അനാലിസിസിലും നമ്മൾ കുറച്ച് ഇമ്പ്രൂവ്മെന്റുകൾ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. നോർമലി രണ്ട് തരത്തിലുള്ള സ്റ്റുഡൻസ് ആണ് നമുക്ക് ന്യൂസ് അനാലിസിസ് കാണാറായിട്ടുള്ളത്. ഒന്ന്, വെറ്ററൻസ് ആയിട്ട് ഈ വർഷം സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതാനായിട്ട് പോകുന്ന സ്റ്റുഡൻസ്. ദെൻ അതുകൂടാണ്ട് നമ്മളുടെ പുതിയ സ്റ്റുഡൻസ് ഒരുപാട് പേര് ന്യൂസ് അനാലിസിസ് കാണാനായിട്ട് അല്ലെങ്കിൽ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, പെർസ്യൂ ചെയ്യുന്നവരൊക്കെ കാണുന്നുണ്ട്. സോ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾ നമുക്ക് ബ്രേക്ക് വന്നു, ഐ നോ. സോ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ വീണ്ടും നമ്മളുടെ ന്യൂസ് അനാലിസിസ് സെഷനുകൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇതിൽ നമ്മളൊരു ചേഞ്ച് കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രിലിംസ് പേഴ്സ്പെക്റ്റീവിൽ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻസുകൾ ഇനീഷ്യൽ സ്റ്റേജിൽ ഡിസ്കസ് ചെയ്ത് പോകും. അതായത് ഇനി ഒരു പ്രിലിംസിന്റെ കാലഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളല്ല, പകരം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രിലിംസ് ഫോക്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഇനീഷ്യൽ ഫേസിൽ, അതായത് നമ്മുടെ ഡെയിലി ന്യൂസ് അനാലിസിസിന്റെ തുടക്കത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകും. ദെൻ നമ്മുടെ നോർമൽ ഡെയിലി ന്യൂസ് അനാലിസിസിന്റെ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് അനാലിസിസുകൾ കൂടിയിട്ട് നമ്മൾ ഇതിൽ ആഡ് ആക്കുന്നതാണ്. അങ്ങനെയാണ് നമ്മളുടെ ഒരു സ്ട്രക്ചർ ഇനി മുതൽ പോവുക. സോ ആദ്യത്തെ ഒരു 2-3 മിനിറ്റ് നമ്മൾ നമ്മളുടെ ഒരു പ്രിലിംസ് ഫോക്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ കൊടുക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ചോദ്യം ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ചിട്ട്. ഞാൻ തന്നെ നമ്മുടെ ക്ലാസ്സുകളിൽ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സോ അതുമായി ബന്ധപ്പെട്ട ഒരു അഡ്വാൻസ്ഡ് ചോദ്യം നമുക്ക് നോക്കാം. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റ്സ് ഇൻ ഇന്ത്യ, which of the following sectors are allowed to get 100% FDI through automatic route? രണ്ട് കാര്യങ്ങൾ നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചതിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. സോ പുതുതായിട്ട് ക്ലാസ്സുകൾ കാണുന്നവർ എന്താണ് ഈ ഓട്ടോമാറ്റിക് റൂട്ട് അല്ലെങ്കിൽ എന്താണ് നമ്മൾക്ക് നോൺ ഓട്ടോമാറ്റിക് റൂട്ടുകൾ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, പേടിക്കരുത്. ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ പേടിക്കരുത്. ഓക്കെ, സോ ഓട്ടോമാറ്റിക് രണ്ട് രീതിയിലാണ് നമ്മളുടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുന്നത്, ഇന്ത്യയിലേക്ക് വാങ്ങിക്കുന്നത്. അതിലൊന്നാണ് ഓട്ടോമാറ്റിക് റൂട്ട്, വിച്ച് മീൻസ് അതിന് ഗവൺമെന്റിന്റെ അപ്രൂവൽ വേണ്ട. സെക്കൻഡ് റൂട്ട് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഗവൺമെന്റിന്റെ അപ്രൂവൽ വേണം. ഫോർ എക്സാമ്പിൾ 50% വരെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് 50%ലേക്ക് ലിമിറ്റ് ചെയ്യും. ബാക്കി 50% വേണമെങ്കിൽ ഗവൺമെന്റിന്റെ അപ്രൂവൽ വേണം. സോ അങ്ങനെ രണ്ട് റൂട്ടിലൂടെയാണ് നമ്മൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ കൊണ്ടുവരുന്നത്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെയാണ് നമ്മളുടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ 100% ഓട്ടോമാറ്റിക് റൂട്ടിലൂടെ കൊണ്ടുവരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ പലരും ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നവരുണ്ട്. ചിലർ ഇത് ഓരോന്നും എടുത്തെടുത്ത് പഠിക്കാറില്ല. ഫ്ലോറികൾച്ചർ ആൻഡ് ഹോർട്ടികൾച്ചർ 100% ആണോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് റൂട്ടിലൂടെയാണോ? മൈനിങ് എക്സ്പ്ലോറേഷൻ ഓഫ് ഗോൾഡ് ആൻഡ് സിൽവർ ഓട്ടോമാറ്റിക് റൂട്ടിലൂടെയാണോ? നിധി കമ്പനീസ് ഓട്ടോമാറ്റിക് റൂട്ടിലൂടെയാണോ? ഡയറക്ട് ടു ഹോം DTH, നമ്മളുടെ വീട്ടിലേക്ക് വരുന്ന DTH ബ്രോഡ്ബാൻഡ് കണക്ഷൻസ് ഉണ്ടല്ലോ, ഇതെല്ലാം ഓട്ടോമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് ആണോ? സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു ചൈനീസ് കമ്പനിക്ക് നിങ്ങളുടെ DTH ഹോം സർവീസിലുള്ള ഒരു കമ്പനിയിലേക്ക് 100% ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ സാധിക്കുമോ, സാധിക്കുകയില്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവര് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, തിങ്ക് ചെയ്യുക. സോ ഇതിന്റെ ആൻസർ ടുവേർഡ്സ് ദ സെഷൻ എൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ നിങ്ങൾ ഒന്നൊന്ന് ബ്രെയിൻ സ്ട്രോം ചെയ്യുക, ഒരു 2 മിനിറ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് ബ്രെയിൻ സ്ട്രോം ചെയ്യുക. നിങ്ങളുടെ ആൻസർ എന്തായിരിക്കും? നിങ്ങൾ ഇതുവരെ പഠിച്ച കണ്ടന്റുകൾ വെച്ചിട്ടാണ്, അല്ലാണ്ട് പുതിയ ഇൻഫോർമേഷൻ സെർച്ച് ചെയ്ത് പോകണ്ട. മനസ്സിലായോ? പ്രിലിംസിന് നിങ്ങൾ പഠിച്ച ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കണക്റ്റിംഗ് ഫാക്റ്റുകൾ അല്ലെങ്കിൽ
നിങ്ങൾ കണ്ടുമറന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ കണ്ടുമറന്ന പേരുകളുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരും. അതെങ്ങനെ നമ്മൾ ശരിയാക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ പോസ്റ്റ് 2 minutes നിങ്ങളുടെ ആൻസർ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദി ഡിസ്കഷൻ നമുക്കിത് എങ്ങനെയാണ് ആപ്ലിക്കബിൾ ആയിട്ട് അല്ലെങ്കിൽ എന്താണ് കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ന്യൂസ് ആർട്ടിക്കിളിലേക്ക് കിടക്കുകയാണ്. ഫസ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു അഡ്ജസ്റ്റഡ് ഗ്രോസ് റവന്യൂനെ സംബന്ധിച്ചിട്ടാണ്. എന്താണ് ഈ അഡ്ജസ്റ്റഡ് ഗ്രോസ് റവന്യൂ? പേരിൽ തന്നെ ഗ്രോസ് റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? മൊത്ത വരുമാനം. ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിക്ക് കിട്ടുന്ന എന്താണ് ടാക്സ് ഡിഡക്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ള എമൗണ്ടിനെയാണ് പലപ്പോഴും ഗ്രോസ് റവന്യൂ ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കോർപ്പറേറ്റ് ടാക്സിലായിരിക്കാം, അല്ലെങ്കിൽ ബാങ്ക് ലോൺ കൊടുക്കുമ്പോൾ ഗ്രോസ് റവന്യൂ കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ ഒരു പേഴ്സണിന്റെ ഗ്രോസ് റവന്യൂ കാൽക്കുലേറ്റ് ചെയ്യും ഇൻകം ടാക്സ് നമ്മൾ അടയ്ക്കുന്ന സമയത്ത്. ദെൻ വാട്ട് ഈസ് ദിസ് അഡ്ജസ്റ്റഡ് ഗ്രോസ് റവന്യൂ? ഇവിടെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെർട്ടിക്കുലർ ഈ ഒരു ന്യൂസിന് ആസ്പദമായ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വോഡാഫോൺ ഐഡിയ VI എന്ന് പറയുന്ന കമ്പനിയുടെ അഡ്ജസ്റ്റഡ് ഗ്രോസ് റവന്യൂ എന്ത് ചെയ്തു? ഗ്രോസ് റവന്യൂ ഡ്യൂസ് കുറച്ചു കാലത്തേക്ക് പേ ചെയ്യാനായിട്ട് അവർക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു നമ്മളുടെ ടെലികോം മിനിസ്ട്രി. സോ അതുമായി ബന്ധപ്പെട്ടാണ് അവരൊരു 87,000 കോടി രൂപയുടെ ഒരു ഡ്യൂസ് ഉണ്ടായിരുന്നു. സോ അതവർ സാവധാനം അടച്ചു തീർത്താൽ മതി എന്നൊരു രീതിയിലേക്ക് നമ്മളുടെ ടെലികോം മിനിസ്ട്രി എത്തിയിരിക്കുകയാണ്. സോ വാട്ട് ഈസ് ദിസ് അഡ്ജസ്റ്റഡ് ഗ്രോസ് റവന്യൂ? ഈ അഡ്ജസ്റ്റഡ് ഗ്രോസ് റവന്യൂവിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് ഒരു കഥ പറയാനായിട്ടുണ്ട്. എങ്ങനെയാണ് ഇന്ത്യയുടെ ടെലികോം മിനിസ്ട്രി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്? പണ്ട് അത് ഒരു ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നോ? അല്ല. പണ്ട് അത് ഗവൺമെന്റ് മോണോപോളിയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് മാത്രമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു 1991 വരെ. ദെൻ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ വന്നിട്ട് അവിടെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. സോ കുറച്ചും കൂടി ലിബറലൈസ്ഡ് ആകാനായിട്ടും ഈ ടെലികോം സെക്ടർ പ്രൈവറ്റ് വൽക്കരിക്കാനായിട്ടും തുടങ്ങി. അങ്ങനെയാണ് വോഡാഫോൺ, ഐഡിയ, ഡോകോമോയുടെ ഒക്കെ പഴയ ആഡുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ദെൻ വോഡാഫോണിന്റെ ഒരു പട്ടിയുടെ ഒക്കെ ആഡ് ഉണ്ട്, നമ്മളുടെ വോഡാഫോൺ പട്ടി, എന്റെ പേര് പപ്പിയോ. സോ അങ്ങനെയുള്ള പ്രൈവറ്റ് കമ്പനീസ് എന്തിലേക്ക് വന്നു? ടെലികോം ഇൻഡസ്ട്രി മാർക്കറ്റിലേക്ക് കടന്നു വരാനായിട്ട് തുടങ്ങി. സോ ഈ ടെലികോം കമ്പനീസ് നമ്മളുടെ ടെലികോം സ്പെക്ട്രം നമ്മൾ സെയിൽ ചെയ്യുമല്ലോ, ഗവൺമെന്റ് സെയിൽ ചെയ്യും. ഇത് ഒരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും. അപ്പോൾ ഈ ടെലികോം കമ്പനികൾക്ക് ഒരു ദിവസം കൊണ്ട് ഇത് മൊത്തമായിട്ട് പേ ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ എവിടെയാണ് നമ്മളുടെ പാളയ മാർക്കറ്റിൽ പോയിട്ട് 1 കിലോ പച്ചക്കറി വാങ്ങിക്കുന്ന പോലെ എളുപ്പമല്ല ടെലികോം മാർക്കറ്റിൽ ബിഡ് ചെയ്തിട്ട് സ്പെക്ട്രം വാങ്ങിക്കുക എന്നുള്ളത്. സോ അത് അവർക്ക് ഒരു ദിവസം കൊണ്ട് പേ ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കില്ല, ഒരു വർഷം കൊണ്ടും പേ ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കില്ല. ഗവൺമെന്റിന്റെ ആയിരുന്ന സമയത്ത് യാതൊരു കുഴപ്പമില്ല. കാരണം എന്താണ്? അവരുടെ തന്നെ സാധനം അവർ തന്നെ യൂസ് ചെയ്യുന്നു. പക്ഷേ പ്രൈവറ്റൈസേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊരു ഹ്യൂജ് ബേർഡൻ ആയിട്ട് മാറി. ആർക്ക്? നമ്മളുടെ പ്രൈവറ്റ് കമ്പനികൾ. കാരണം ഇത്രയും വലിയൊരു തുക ഞങ്ങൾക്ക് അടയ്ക്കാനായിട്ട് സാധിക്കില്ല. അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ പ്രോഫിറ്റിന്റെ ഷെയർ ആദ്യം ഒരു നിശ്ചിത തുക അടയ്ക്കും. എന്നിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു ബൈക്ക് വാങ്ങില്ല അല്ലെങ്കിൽ കാർ വാങ്ങിക്കില്ല EMI ഇട്ട്, അതുപോലെ തന്നെ ഇവർ ആദ്യം ഒരു നിശ്ചിത തുക അടയ്ക്കും. അതിനുശേഷം അവരുടെ പ്രോഫിറ്റിന്റെ ഷെയർ എന്ത് ചെയ്യും? ഇതിലേക്ക് ഓരോ വർഷവും മാറ്റി വെക്കും. സോ അങ്ങനെ മാറ്റിവെക്കുന്നതിനെയാണ് അഡ്ജസ്റ്റഡ് ഗ്രോസ് റവന്യൂ എന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? സോ ആസ് ലൈക്ക് വി പേ EMI, കാർ വാങ്ങിക്കാൻ, ഫോൺ വാങ്ങിക്കാനായിട്ടൊക്കെ EMI എടുക്കുന്നത് പോലെ തന്നെ ഇവര് ടെലികോം സ്പെക്ട്രം പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ബിഡുകളിൽ ഗവൺമെന്റിന് കൊടുക്കേണ്ട പൈസകൾ എന്ത് ചെയ്യുന്നു? EMI എന്നുള്ള രീതിയിലേക്ക് തന്നെ, അല്ലെങ്കിൽ അഡ്ജസ്റ്റഡ് ഗ്രോസ് റവന്യൂ എന്ന രീതിയിൽ അവരുടെ ഗ്രോസ് റവന്യൂവിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തോളാൻ പറഞ്ഞുകൊണ്ട് അവര് നീക്കിയിരിക്കുന്ന തുകയാണ് ഈ അഡ്ജസ്റ്റഡ് ഗ്രോസ് റവന്യൂ എന്ന് പറയുന്നത്. ഇവിടെ ഒരു പ്രശ്നം വരും. അതായത് 1999 കാലഘട്ടങ്ങളിലേക്കാണ് ഈ ഒരു അഡ്ജസ്റ്റഡ് ഗ്രോസ് റവന്യൂ എന്ന് പറയുന്ന ഒരു സംഭവം നിലവിൽ വരുന്നതും വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതും. അതിനുശേഷം 2004-2005 കാലഘട്ടങ്ങളൊക്കെ ആയപ്പോഴേക്കും ചെറിയ ഒരു പ്രശ്നം വന്നു. എന്താണ്?
വാട്ട് ഡിഫൈൻസ് ദീസ് അഡ്ജസ്റ്റഡ് ഗ്രോസ് റവന്യൂ? ഞങ്ങൾ സർക്കാരിലേക്ക് അടയ്ക്കണം. ഫോർ എക്സാമ്പിൾ വൊഡാഫോൺ എന്ന് പറയുന്ന കമ്പനി അവരുടെ പ്രവർത്തനങ്ങളുടെ ലാഭം, പ്രോഫിറ്റ്, അതിനെയാണല്ലോ ഗ്രോസ് റവന്യൂ എന്ന് പറയുന്നത്. അവരുടെ എന്താണ്, വരുമാനത്തെയാണല്ലോ റവന്യൂ എന്ന് പറയുന്നത്. ഈ റവന്യൂ എന്താണ് എന്നുള്ളതില്, വിച്ച് മീൻസ് ഈ റവന്യൂ എന്താണ്, വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ദീസ് റവന്യൂ എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് വന്നു. ഫോർ എക്സാമ്പിൾ, വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ദീസ് റവന്യൂ? എന്റെ വരുമാനം എന്താ? എനിക്ക് അനന്ത IAS അക്കാഡമിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം, എനിക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന വരുമാനം, എനിക്ക് മറ്റു ക്ലാസ്സുകൾ എടുക്കുമ്പോൾ കിട്ടുന്ന വരുമാനം, ഇതൊക്കെയാണ് മാത്യു ആസ് എ പേഴ്സൺ റവന്യൂ വരുന്നത്. ദെൻ വോഡാഫോണിന്റെ റവന്യൂ എന്തൊക്കെയായിരിക്കും? വോഡാഫോൺ ചിലപ്പോൾ പല ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ടാകാം. ഫോർ എക്സാമ്പിൾ റിലയൻസ് ജിയോ എന്ന് പറയുന്ന ഒരു കമ്പനി നടത്തുന്നുണ്ട്, ഇല്ലേ? ജിയോ തന്നെ പെർട്ടിക്കുലർലി എന്താണ്, നമ്മളുടെ ഈ ഡിസ്നി ഹോട്ട്സ്റ്റാർ എന്ന് പറഞ്ഞൊരു ആപ്പ് പ്ലാറ്റ്ഫോം, നമ്മളുടെ OTT പ്ലാറ്റ്ഫോം ഓൺ ചെയ്യുന്നുണ്ട്. ദെൻ അവർ ചിലപ്പോൾ ഒരു സ്കൂൾ നടത്തുന്നുണ്ടാകാം, ചിലപ്പോൾ ഒരു എന്താണ് ടെക്സ്റ്റൈൽ ഷോപ്പുകളുടെ ഒരു ശൃംഖല നടത്തുന്നുണ്ടാകാം, ചിലപ്പോൾ ഒരു ഹൈപ്പർ മാർക്കറ്റ് ശൃംഖല നടത്തുന്നുണ്ടാകാം. ഇതിൽ നിന്നെല്ലാം ഈ ജിയോയ്ക്ക് വരുമാനം ലഭിക്കാം. സോ ഇതിൽ നിന്നെല്ലാം കിട്ടുന്ന വരുമാനത്തെയാണോ ഈ ഗ്രോസ് റവന്യൂ എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് വന്നു. ഓക്കെ, സോ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലി കമ്മ്യൂണിക്കേഷനും മിനിസ്ട്രികളെല്ലാം പറഞ്ഞു, എന്ത് മക്കളെ, നിങ്ങളുടെ എല്ലാ വരുമാനം കൂടി കൂട്ടി കിട്ടുന്ന ഗ്രോസ് റവന്യൂയുടെ 10% അടച്ചിരിക്കണം. പക്ഷേ അതെങ്ങനെ ശരിയാവും? ഫോർ എക്സാമ്പിൾ, ഈ ജിയോ ഹോട്ട്സ്റ്റാർ പ്ലാറ്റ്ഫോമുകളിലൂടെ, OTT പ്ലാറ്റ്ഫോമുകളിലൂടെ കിട്ടുന്ന വരുമാനം ഈ നമ്മളുടെ സ്പെക്ട്രത്തിന് കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ സിം കാർഡിന് വേണ്ടിയിട്ട് ടെലികോം മിനിസ്ട്രിയുടെ സ്പെക്ട്രം വാങ്ങിക്കാനായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്, ആ പ്രോഫിറ്റ് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് പോലെ ആകുമോ? ഇല്ല. പകരം എന്താണ്, അവരുടെ മെയിൻ കോർ ബിസിനസിന്റെ, ഫോർ എക്സാമ്പിൾ വോഡാഫോൺ ആണെങ്കിൽ വോഡാഫോണിന്റെ ഈ സിം കാർഡ് വിറ്റും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു ഫോൺ ബിസിനസിന്റെ കോർ എന്താണ്, കോർ പ്രോഫിറ്റ് മാത്രമേ അഡ്ജസ്റ്റഡ് ഗ്രോസ് റവന്യൂവിലേക്ക് ആഡ് ചെയ്യാൻ പാടുള്ളൂ എന്നൊരു നിയമം വന്നു. സോ ഗവൺമെന്റ് അതിനെ എതിർത്തു, എന്നാൽ കോടതികൾ അതിനെ ശരിവെച്ചു. കാരണം എന്താണ്, എല്ലാ ബിസിനസ്സും, പല ബിസിനസ്സുകളും എയർടെലും വോഡാഫോണും ജിയോ ഒക്കെ ചെയ്യുന്നുണ്ടാകും. ഇതിലെ എല്ലാ ബിസിനസിന്റെയും കൂടി ഗ്രോസ് റവന്യൂ ആണ് എന്ന് കണക്കാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരുപാട് പണം ആർക്കടക്കേണ്ടി വരും? ഗവൺമെന്റിന് അടയ്ക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, എല്ലാ ബിസിനസ്സിൽ നിന്ന് കൂടിയിട്ട് ചിലപ്പോൾ ഒരു 600 കോടി റവന്യൂ കിട്ടുന്നുണ്ടാകും. പക്ഷേ അതിൽ നമ്മളുടെ ജിയോയുടെ അല്ലെങ്കിൽ വോഡാഫോണിന്റെ ടവറുകളിൽ നിന്നും അല്ലെങ്കിൽ നമ്മളുടെ സിം കാർഡുകളിൽ നിന്നും എല്ലാം ഉള്ള വരുമാനം, മെയിൻ കോർ ബിസിനസ് ആക്ടിവിറ്റിയിൽ നിന്നുള്ള വരുമാനം ചിലപ്പോൾ ഒരു 100 കോടിയേ ഉണ്ടാവുകയുള്ളൂ. സോ 10% എന്ന് പറയുമ്പോൾ 600 കോടിയുടെ 10% 60 കോടിയായി. എന്നാൽ 100 കോടിയാണെങ്കിൽ അവർക്ക് 10 കോടി മാത്രമേ അടച്ചാൽ മതി. സോ ആ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോ പ്രിലിംസിന് അതൊരു ചോദ്യമായി കൂടെ, വിത്ത് റെഫറൻസ് ടു അഡ്ജസ്റ്റഡ് ഗ്രോസ് റവന്യൂ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. അഡ്ജസ്റ്റഡ് ഗ്രോസ് റവന്യൂമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, എന്താണ് അഡ്ജസ്റ്റഡ് ഗ്രോസ് റവന്യൂ? കാൽക്കുലേറ്റഡ് അണ്ടർ all the revenues collected, all the revenues get by an entity. എല്ലാ റവന്യൂസിൽ നിന്നുമാണ്? അല്ല, എല്ലാ റവന്യൂസിൽ നിന്നും അല്ല. പകരം എന്ത് റവന്യൂസിലാണ്? മെയിൻ ബിസിനസ് ആക്ടിവിറ്റിയിൽ നിന്നുള്ള അല്ലെങ്കിൽ കോർ ബിസിനസ് ആക്ടിവിറ്റിയിൽ നിന്നുള്ള റവന്യൂവിൽ നിന്നാണ് ഈ അഡ്ജസ്റ്റഡ് ഗ്രോസ് റവന്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ദെൻ സോ അഡ്ജസ്റ്റഡ് ഗ്രോസ് റവന്യൂയുടെ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. ദെൻ വാട്ട് ഈസ് ദ പ്രോബ്ലം ഹിയർ? ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോഡാഫോൺ ഐഡിയ ടീമിന് പൈസ അടയ്ക്കാനായിട്ടില്ല. കാരണം എന്താണ്? അവർക്ക് വലിയ മാർക്കറ്റ് ഷെയറുകളില്ല. ജിയോ വന്നു, ഭാരതി എയർടെൽ വന്നു. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവർ ഹ്യൂജ് മാർക്കറ്റ് പിടിച്ചടക്കി, ദെൻ 5G സ്പെക്ട്രങ്ങൾ പിടിച്ചടക്കി. ദെൻ അതിലേക്കൊന്നും എത്താനായിട്ട് വോഡാഫോണിനും ഐഡിയയ്ക്കും സംഭവിച്ചിട്ടില്ല. പഴയ ഹ്യൂജ് പ്ലെയർ ആയിരുന്നു കേട്ടോ. 2010-11 കാലഘട്ടങ്ങളിലൊക്കെ ഒരു ഹ്യൂജ് ബിസിനസ് യുദ്ധം ഈ വോഡാഫോൺ ഇന്ത്യയിൽ നടത്തിയിട്ടുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ദ ഹച്ചസൺ SR കേസ്. സോ അത് നിങ്ങൾ നമ്മളുടെ ഈ എക്കണോമിക്സിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുന്ന ഒരു കേസാണ്. നമ്മളുടെ പബ്ലിക് പോളിസി ആൻഡ് ടാക്സേഷൻ പ്രമാണിച്ചിട്ട് ഈ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കേസ് ആയിരുന്നു ഈ ഹച്ചസൺ SR കേസ്. സോ നമ്മളുടെ
പ്രണബ് മുഖർജിയുടെ ആത്മകഥയിലൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ദ പ്രസിഡൻഷ്യൽ ഇയേഴ്സിലൊക്കെ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഈ HSMSR കേസ് എങ്ങനെയാണെന്നുള്ളത്. ഈ റെട്രോസ്പെക്റ്റീവ് ടാക്സേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ നമുക്ക് പിന്നീട് ഒരു ഡിസ്കഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വാർത്തകൾ വരുമ്പോൾ അത് ഡിസ്കസ് ചെയ്യാം. സോ അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നാണ്, അത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് പ്ലെയർ ആയിരുന്ന സന്ദർഭത്തിലാണ് നമ്മളുടെ ജിയോ കടന്നു വരികയും ഭാരതി എയർടെൽ കൂടുതൽ ശക്തി പ്രാപിക്കുകയും ദെൻ വൊഡാഫോണിന്റെയും ഐഡിയയുടെയും മാർക്കറ്റ് ഷെയർ താഴേക്ക് പോവുകയും ചെയ്തു. ദെൻ ഒരു എന്താണ് രണ്ട് കമ്പനികൾ ജോയിൻ ചെയ്ത എന്താണ് മെർജർ സംഭവിക്കുകയും വൊഡാഫോണും ഐഡിയയും ഒന്നാവുകയും ചെയ്തു. ഓക്കെ, സോ അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. നമ്മളുടെ ഇവർക്ക് അടയ്ക്കാനായിട്ട് പൈസ ഇല്ല, ആർക്ക്? വോഡാഫോണിനും ഐഡിയയ്ക്കും. സോ ഗവൺമെന്റ് ഇന്റർവീൻ ചെയ്തു. ഗവൺമെന്റ് ഇന്റർവീൻ ചെയ്യുന്നത് എന്തിനാണ്? ഇത്രയും വലിയൊരു കമ്പനി പൂട്ടിപ്പോകാൻ ഇന്ത്യയിൽ അനുവദിക്കില്ല. കാരണം അത് ഒരുപാട് പൈസ ഗവൺമെന്റിനും ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിനും ചെയ്യുന്നുണ്ട്. സോ ഇത്രയും വലിയൊരു കമ്പനി പൂട്ടിപ്പോകുന്നതിന് പകരം അതിന് കുറച്ച് സ്ട്രക്ചറൽ ടൈം കൊടുത്തിരിക്കുകയാണ്. ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ചെയ്ത്, അതായത് ചില ചേഞ്ചസുകളൊക്കെ വരുത്തിയിട്ട് അവർക്ക് അടയ്ക്കാനായിട്ടുള്ള സമയം നീട്ടിക്കൊടുത്തിരിക്കുകയാണ്. സോ ആ കമ്പനിയെ നിലനിർത്തുവാനും റീസ്ട്രക്ചർ ചെയ്യാനായിട്ടും അതുവഴി അവരെ പ്രോഫിറ്റിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നാണ് ഗവൺമെന്റുകൾ എന്താണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം. സോ അതാണ് ഇതിന്റെ ഒരു ആധാരം എന്ന് പറഞ്ഞു. സോ അഡ്ജസ്റ്റഡ് ഗ്രോസ് റവന്യൂ എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദെൻ വി മൂവ് ടു സെക്കൻഡ് ആർട്ടിക്കിൾ. സെക്കൻഡ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ഇസ്രോ. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ മുന്നത്തെ ഹെഡായിരുന്ന സോമനാഥ് സാറാണ് ഈ ഒരു ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത്. പെർട്ടിക്കുലർലി നിങ്ങൾക്ക് അറിയാവുന്ന ആർട്ടിക്കിൾ തന്നെയാണ്. എന്നാൽ 2026 കടക്കുമ്പോൾ, ഇന്ന് ജനുവരി 1 എല്ലാവരും ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒക്കെ എടുത്തിരിക്കുന്ന ദിവസമാണ്. 2026 കടക്കുമ്പോൾ എന്താണ് ISROയുടെ ഒരു വിഷൻ എന്താണ്, അല്ലെങ്കിൽ ഇന്ത്യൻ സ്പേസ് മിഷന്റെ ഒരു വിഷൻ എന്താണ് എന്നുള്ളതാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഇദ്ദേഹം നോക്കാൻ പോകുന്നത്. സോ കഴിഞ്ഞ ഒരു വർഷത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു ഡെക്കേഡില് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയിൽ സംഭവിച്ചു റിലേറ്റഡ് ടു സ്പേസ് മിഷൻ. അവസാനം സംഭവിച്ച ഏറ്റവും മികച്ച കാര്യം ശുഭാൻശു ശുക്ല നമ്മളുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്നു നമ്മളുടെ ഇന്ത്യൻ പതാക ഉയർത്തി കാണിച്ചതാണ്. ഓക്കെ, ഇന്ത്യയുടെ ഏറ്റവും അഭിമാന നിമിഷങ്ങളിലാണ്. സോ വരുന്ന കാലഘട്ടങ്ങളിൽ ഒരു ഇന്ത്യൻ നിർമ്മിത സ്പേസ് സ്റ്റേഷൻ നമ്മൾ നിർമ്മിക്കാനായിട്ട് നമ്മളൊരു 2040-45 കൂടിയിട്ട് എന്തോ ആണ് ഇന്ത്യൻ നിർമ്മിത സ്പേസ് സ്റ്റേഷൻ, ഭാരത് സ്പേസ് സ്റ്റേഷൻ നിർമ്മിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സോ അത് സഫലമാകട്ടെ എന്ന് വിചാരിക്കും. സോ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞൊരു ഡെക്കേഡിലായിട്ട് നടന്നിട്ടുണ്ട്. നമ്മളുടെ ഗഗൻയാന്റെ ട്രയലുകൾ കറന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദെൻ ചന്ദ്രയാൻ മിഷൻ 4 സൗത്ത് പോളില് സോഫ്റ്റ് ലാൻഡ് ചെയ്ത രാജ്യങ്ങൾ വളരെ ചുരുക്കം രാജ്യങ്ങളെ ഉള്ളൂ. സോ അതിലൊന്നായി മാറിയിരിക്കുകയാണ്. സൗത്ത് പോളിൽ എക്സ്പ്ലോർ ചെയ്യുന്ന, സോഫ്റ്റ് ലാൻഡ് നടത്തുന്ന ആദ്യത്തെ രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ്. ദെൻ ലൂണാർ എക്സ്പ്ലോറേഷനിൽ ഏറ്റവും വലിയ സംഭാവനകൾ ചെയ്യാനായിട്ട് ചന്ദ്രയാൻ 4-നും 5-നും സാധിച്ചു. ദെൻ നമുക്ക് ചന്ദ്രയാൻ 3-ക്കാണോ സാധിച്ചിരിക്കുന്നത്. 4-നും 5-ഉം നമ്മളുടെ വരുന്ന മിഷനുകളാണ്. 4-ഉം 5-ഉം നമ്മളുടെ വരുന്ന മിഷനുകളാണ്. ദെൻ കഴിഞ്ഞ വർഷങ്ങളിൽ സംഭവിച്ചിട്ടുള്ള മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദിത്യ L1 സാറ്റലൈറ്റ് സംഭവിച്ചിട്ടുണ്ട്. ആദിത്യ L1 നമ്മളുടെ ലഗ്രാഞ്ചെ പോയിന്റ് 1. ദെൻ 2013-14 കാലഘട്ടങ്ങളിൽ നമ്മളുടെ മംഗൾയാൻ മാർസിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ ഡിഫറൻറ്റ് കാര്യങ്ങൾ ഏകദേശം 400ഓളം പേലോഡുകൾ പറത്തിയിട്ട് GSLV നമ്മളുടെ ഏറ്റവും വലിയ വാഹനമായിട്ട് മാറി. അതായത് പട്ടിപ്പണിയെടുക്കുന്ന ഒരാൾ എന്ന് പറയുന്ന ഒരു വെഹിക്കിളാണ് നമ്മളുടെ ISROയുടെ GSLV. ഇതുവരെ വലിയ ക്രാഷുകളൊന്നും GSLV ക്രിയേറ്റ് ചെയ്തിട്ടില്ല. സോ അങ്ങനെ ഇന്ത്യയുടെ അഭിമാനമായിട്ട് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനും അതിന്റെ അനുബന്ധ സംഘടനകളും മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ വി ഹാവ് എ വിഷൻ ഫോർ 2047 അമൃത് കാൽ വിഷൻ 2047. 100 വർഷത്തിലേക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രാപ്തിയിലെത്തുമ്പോൾ ഒരുപാട് വിഷനുകൾ ഉണ്ട്. അതിലൊന്നാണ് ഗഗൻയാൻ. ഗഗൻയാൻ ആളെ കയറ്റിക്കൊണ്ട്, ഗഗൻയാനില് മനുഷ്യനെ കയറ്റിക്കൊണ്ട് ബഹിരാകാശത്ത് എത്തിക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. ചന്ദ്രയാൻ 4-5 ഞാൻ പറഞ്ഞു. ദെൻ പെർട്ടിക്കുലർലി ഇമ്പോർട്ടൻറ്റ് എ വീനസ് മിഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അത് നമ്മളുടെ ഒരു ആസ്ട്രോണമിയെയും അല്ലെങ്കിൽ ആസ്ട്രോഫിസിക്സിനെയൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധ്യതയുള്ള ചില കണ്ടുപിടുത്തങ്ങൾ വീനസ് മിഷനിൽ ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്.
ദെൻ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. സോ ഇന്ത്യയുടെ ഭാരതീയ സ്പേസ് സ്റ്റേഷൻ ആണ് ഈ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ മോഡലില് ഇന്ത്യ നിർമ്മിക്കുന്ന ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. ദെൻ ഇന്ത്യൻ ഹ്യൂമൻ ലാൻഡിംഗ് ഓൺ മൂൺ ബൈ 2040. 2040 ആകുമ്പോഴേക്കും ഇന്ത്യയിൽ നിന്ന് ഒരാള് ഇന്ത്യൻ നിർമ്മിത പേടകത്തില് മൂണിൽ ലാൻഡ് ചെയ്യുന്നത് ഇന്ത്യ സ്വപ്നം കാണുന്നുണ്ട്. ഓക്കെ, സോ ഇതെല്ലാമാണ് നമ്മളുടെ വിഷനിലേക്ക് പോകുന്നത്. ദെൻ വാട്ട് ആർ ദ വിഷൻസ് ഫോർ ISRO? സോ ISROയുടെ പ്രൊജക്ടുകളുടെ ഒരു വിഷൻ നമ്മൾ പഠിച്ചു. ഇനി ISROയുടെ വിഷനുകൾ എന്താണ്, അല്ലെങ്കിൽ ISRO ഇനി എങ്ങനെ ചേഞ്ച് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്? പർട്ടിക്കുലർലി അതിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഓർഡർ വിടാം. പർട്ടിക്കുലർലി സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ എന്താണ് ഒരു ചേഞ്ച് നിങ്ങൾ കാണാനായിട്ട് ഉദ്ദേശിക്കുന്നത്? കമ്പയർ വിത്ത് നാസ, USA നാസ. നാസ ഒരു റിസർച്ച് ഓർഗനൈസേഷൻ മാത്രമായിട്ട് ചുരുങ്ങുകയാണ്. പകരം എന്ത് ചെയ്യും? പ്രൈവറ്റ് എൻറ്റിറ്റീസ്, ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഇങ്ങേര് കോടീശ്വരൻ ഉണ്ടല്ലോ, ഐ ഫോർഗോട്ട് ഹിസ് നെയിം. സോ നമ്മളുടെ സ്പേസ് എക്സ് എന്ത് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷൻ നാസയുടെ റിസർച്ച് ടീമുകൾ കണ്ടുപിടിക്കുന്ന, അല്ലെങ്കിൽ നാസയുടെ റിസർച്ച് ടീമുകൾ ഡിസൈൻ ചെയ്യുന്ന പേലോഡുകൾ അവരുടെ സാറ്റലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ബഹിരാകാശത്തേക്ക് എത്തിക്കുന്നു. സോ ആ ഒരു രീതിയിലേക്ക് ISRO റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലേക്ക് ചുരുങ്ങുകയും ഇന്ത്യയിലെ പ്രൈവറ്റ് പ്ലെയേഴ്സ് കയറുന്ന രീതിയിലേക്ക് നമ്മൾ ഇനി വരുന്ന വർഷങ്ങളിൽ നമ്മൾ അതിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. ഇന്ത്യൻ സ്പേസ് ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ സ്പേസിലെ പ്രൈവറ്റ് വൽക്കരണം. സോ അത് റിസർച്ച് ഇന്നോവേഷൻസ് കൂട്ടാനായിട്ട് സഹായിക്കും. ദെൻ എന്താണ്? ജോബ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. ദെൻ എന്താണ്? GDP ഗ്രോത്തിന് സഹായിക്കും. ഇവിടെ പറയുന്നുണ്ട് പ്രൈവറ്റ് സെക്ടർ ആൻഡ് സ്പേസ് എക്കോണമി. ഇന്ത്യയുടെ ഒരു സ്പേസ് എക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം $8 ബില്യൺ എക്കോണമിയാണ്. അതിനെ നമ്മൾ ഒരു 44 to 50 ബില്യൺ ഡ്രീം നമ്മൾ അച്ചീവ് ചെയ്യണം. ഓക്കെ, സോ 8 to 44 അറൌണ്ട് 5 or 6 മടങ്ങ്, 6 ടൈംസ് എന്നുള്ളത് ഇംപ്രൂവ് ചെയ്യാനായിട്ടുണ്ട്. അത് ഈ വർഷത്തിൽ നമ്മൾ അച്ചീവ് ചെയ്യണം. ഓക്കെ, സോ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ആണ്. നിങ്ങൾ ഒരു മെയിൻസ് ആൻസർ റൈറ്റിംഗ് എഴുതുമ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ആണ്. 2 ഏജൻസികൾ, ഇൻസ്പേസ് എന്ന് പറഞ്ഞൊരു സംഘടന നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. എന്താണ് ഈ പ്രൈവറ്റ് ഏജൻസീസിന് എന്താണ് സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യാനായിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ സാറ്റലൈറ്റ് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാവില്ല. സോ ISRO എന്ത് ചെയ്യും? ഈ ഇൻസ്പേസ് ത്രൂ ഇവർക്ക് അതിനുള്ള സജ്ജീകരണങ്ങൾ എത്തിച്ചു കൊടുക്കും, മീൻസ് സജ്ജീകരണങ്ങൾ ഒരുക്കി കൊടുക്കും. സോ പ്രൈവറ്റ് സെക്ടർ ആൻഡ് ഇതിന്റെ ഒരു കപ്പാസിറ്റി ബിൽഡിംഗ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യം. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയന്റിസ്റ്റുകളുടെ എണ്ണം കൂട്ടണം. STEM, സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് ഇങ്ങനെ പഠിക്കുന്ന ആളുകളുടെ എണ്ണം കൂട്ടിയിട്ട് UPSC ആസ്പിറൻസ് ആയിട്ടുള്ള ആളുകൾ ഇനി റോക്കറ്റ് വിടാൻ കൂടി പോകുന്ന രീതിയിലേക്ക് അവരുടെ എന്താണ് ആഗ്രഹങ്ങളെ മാറ്റണം. സോ IIT-യിൽ നിന്നും IIM-ൽ നിന്നൊക്കെ പഠിച്ചിറങ്ങുന്ന STEM ടെക്നോളജി പഠിച്ചവരെ ഇന്ത്യയുടെ സ്പേസ് മിഷൻസിന് ഉപകരിക്കുന്ന രീതിയിലേക്ക് ഇന്ത്യയിൽ നിലനിർത്തണം. സോ അതിനു വേണ്ടിയിട്ട് എന്താണ് കപ്പാസിറ്റി ബിൽഡിംഗ്, ഹ്യൂമൻ കപ്പാസിറ്റി ബിൽഡിംഗ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് പറ്റുകയുള്ളൂ? കാരണം ഈ വരുന്ന സോമനാഥ് സാർ ഉൾപ്പെടെയുള്ളവരെല്ലാം റിട്ടയർ ആയി പോയി. പുതിയ ആളുകൾ ഇതിലേക്ക് വരണം. സോ പുതിയ ഇൻട്രസ്റ്റ് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ എന്ത് പറ്റുകയുള്ളൂ? നമ്മളുടെ റിസർച്ചും ഇന്നോവേഷനുകളും കൂടുതൽ കാര്യപ്രാപ്തിയിലെത്തുകയുള്ളൂ. ദെൻ അടുത്തൊരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ലൈഫിൽ നിങ്ങൾക്കറിയാം നമ്മളുടെ ഈ നാച്ചുറൽ ഡിസാസ്റ്ററുകൾ, ദെൻ എന്താണ് കലാമിറ്റീസ്, ദെൻ ഫിഷറീസ്, ഇങ്ങനെയുള്ള നമ്മളുടെ ഡേ ടു ഡേ ലൈഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സാറ്റലൈറ്റ്സും സ്പേസ് ടെക്നോളജിയും എല്ലാം എത്രത്തോളം നമുക്ക് ഹെൽപ്പ് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ അതിനെ കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്യണം. ഗവേണൻസിലേക്കും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കും ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് മറ്റൊരു വിഷനാണ്. ദെൻ യൂത്ത് ഇന്നോവേഷൻ ആൻഡ് സ്പേസ് സ്റ്റാർട്ടപ്പുകൾ. യൂത്ത് ഇന്നോവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ കോപ്പറേഷൻസ് ത്രൂ യൂത്ത് ആസ്ട്രോളജി സബ്മിറ്റ് പോലെയുള്ള സബ്മിറ്റുകൾ ത്രൂ കോപ്പറേഷൻസും ദെൻ സ്റ്റാർട്ടപ്പുകളും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതിനെല്ലാം
പ്രൊമോട്ട് ചെയ്യുക, ഇൻസ്പയറിംഗ് നെക്സ്റ്റ് ജനറേഷൻ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളുടെ 2047 വരെയുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന എയിമുകൾ. ഓക്കെ, സോ ഈ കാര്യങ്ങളിലെല്ലാം നമ്മൾ കൃത്യമായിട്ട് പ്ലാനോടുകൂടി പ്രവർത്തിക്കണം എന്നാണ് നമ്മളുടെ സോമനാഥ് സാറ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു വെക്കുന്നത്. സോ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അത്ര തല പുകഞ്ഞ് ആലോചിക്കാനായിട്ടുള്ള ഒരു കാര്യമൊന്നും ഈ ഒരു ഡിസ്കഷനിൽ ഇല്ല. ഓക്കെ, സോ നമുക്ക് അടുത്ത ഡിസ്കഷനിലേക്ക് പോകാം. നെക്സ്റ്റ് ഡിസ്കഷൻ ഈസ് റിലേറ്റഡ് ടു ഇന്ത്യസ് ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ. നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാറുള്ള ഒരു കാര്യമാണ് ഇന്ത്യയുടെ എക്സ്പോർട്ട് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു സെക്ടറാണ്. എന്താണ് ഫസ്റ്റ് എക്സ്പോർട്ടിംഗ് ഐറ്റംസിലൊന്നും വരുന്നില്ലെങ്കിലും, ആദ്യ 5 എക്സ്പോർട്ടിംഗ് ഐറ്റങ്ങളിൽ വരുന്നില്ല എന്നാണ് എൻ്റെ ഓർമ്മ, വരുന്നില്ലെങ്കിലും ഇന്ത്യയുടെ ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് അതങ്ങനെ ഇമ്പോർട്ടന്റ് ആകുന്നത് പറയാം. അതിനു മുൻപ് ഗ്ലോബലിലെ ഫാർമസ്യൂട്ടിക്കൽ എക്സ്പോർട്ടിംഗ് സ്ട്രക്ചർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളിൽ ഗ്ലോബൽ ഫാർമസ്യൂട്ടിക്കൽ എക്സ്പോർട്ട് സ്ട്രക്ചർ ഈ ഒരു ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഏകദേശം 850 ബില്യൺ ഡോളറിന്റെ ഒരു ഗെയിമാണ്, ഒരു എക്സ്പോർട്ട് ക്വാണ്ടിറ്റി ആണ് എന്ത് ഗ്ലോബൽ എക്സ്പോർട്ട് മാർക്കറ്റിൽ ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ നടത്തുന്നത്. അതില് ടോപ്പ് വരുന്നത് നമ്മളുടെ ജർമ്മനിയാണ്, ഒരു 120 ബില്യൺ ഡോളറുടെ എന്താണ് എക്സ്പോർട്ട് നടത്തിയിട്ട്. ദെൻ സ്വിറ്റ്സർലൻഡ് ഉണ്ട്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉണ്ട്. ഓക്കെ, ഇന്ത്യ ഇതിൽ എവിടെ നിൽക്കുന്നു? ഇന്ത്യയുടെ എക്സ്പോർട്ടിംഗ് പോസിബിലിറ്റി, ഇന്ത്യയുടെ എക്സ്പോർട്ട് ബില്യണിൽ നമ്മൾ അളന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിലെ എക്സ്പോർട്ട് നമ്മൾ ബില്യൺ എത്ര രൂപ ചെലവാകുന്നുണ്ട് എന്ന് നമ്മൾ അളന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് അറൌണ്ട് 50 ബില്യൺ. 50 ബില്യൺ ഡോളറിലാണ് നമ്മളുടെ ഫാർമസ്യൂട്ടിക്കൽ എക്സ്പോർട്ട് നിൽക്കുന്നത്. സോ നിങ്ങൾക്കൊരു സംശയം വരാം, ജർമ്മനി ഏകദേശം 120 ബില്യൺ ഡോളറിന്റെ എക്സ്പോർട്ട് നടത്തുന്നു, സ്വിറ്റ്സർലൻഡ് 100 ബില്യൺ ഡോളറിന്റെ എക്സ്പോർട്ട് നടത്തുന്നു, ഏകദേശം 90 ബില്യൺ ഡോളറിന്റെ എക്സ്പോർട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നടത്തുന്നു. ദെൻ 50 ബില്യൺ ഡോളർ മാത്രം എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കൺട്രി, വൈ സോ മച്ച് ഇമ്പോർട്ടൻറ്റ്? എന്തുകൊണ്ടാണ് ഈ ഇന്ത്യ ഈ ഒരു പ്ലെയറിൽ ഇമ്പോർട്ടന്റ് ആകുന്നത്? ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് 3 റീസൺസ്. ഒന്ന് യുണൈറ്റഡ് നേഷൻസ് 90 ബില്യൺ ഡോളറിന്റെ എക്സ്പോർട്ട് നടത്തുന്നുണ്ടെങ്കിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഈസ് ദ ലാർജസ്റ്റ് ഇമ്പോർട്ടർ. ഈ യൂറോപ്യൻ നേഷൻസ് നിങ്ങൾ പെർട്ടിക്കുലർലി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ജർമ്മനി, സ്വിറ്റ്സർലൻഡ് അങ്ങനെയുള്ള കൺട്രീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവര് മെഡിസിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, മെഡിസിൻസ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെയാണ് ഏറ്റവും കൂടുതൽ മെഡിസിൻസ് ആവശ്യമുള്ളത്. സോ ദേ ആർ ദ ലാർജസ്റ്റ് ഇമ്പോർട്ടേഴ്സ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ അവിടെ എന്തുണ്ട്? ഒരു മാർക്കറ്റ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറിക് ഡ്രഗ്സ് ആണ്, വിച്ച് മീൻസ് ഈ പല കൺട്രീസും, ജർമ്മനി ആണെങ്കിലും സ്വിറ്റ്സർലാൻഡ് ആണെങ്കിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണെങ്കിലും പർട്ടിക്കുലർലി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? നമ്മളുടെ സോ എവിടെ പറഞ്ഞു നിർത്തിയത്? ഈ കൺട്രീസ് എല്ലാം, ജർമ്മനിയും സ്വിറ്റ്സർലാൻഡും യുണൈറ്റഡ് നേഷൻസും അടക്കമുള്ള കൺട്രീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ജനറിക് ഡ്രഗ്സുകളല്ല. ദേ ആർ എന്താണ് ഹൈ വാല്യൂഡ് ഡ്രഗ്സ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്നതിലധികവും എന്താണ്? ജനറിക് ഡ്രഗ്സ് ആണ്. വാട്ട് ഇറ്റ് ഈസ്? ജനറിക് ഡ്രഗ്സ് ആണ് ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്നത്. സോ നിങ്ങൾ കമ്പാരിറ്റീവ് നോക്കിക്കഴിഞ്ഞാൽ, എക്സ്പോർട്ടിന്റെ കമ്പാരിറ്റീവ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 50 ബില്യൺ ഡോളറിന്റെ എക്സ്പോർട്ട് മാത്രമേ ഇന്ത്യ കൊടുക്കുന്നുള്ളൂ എങ്കിലും ഇന്ത്യയുടെ പ്രൊഡക്ഷന്റെ, അതായത് ഇന്ത്യയുടെ നമ്മളുടെ ഫാർമസ്യൂട്ടിക്കൽ സപ്ലൈ ചെയിനിന്റെ 50% വാക്സിനും 40% ജനറിക് മെഡിസിനുമാണ്. ഓക്കെ, US എക്സ്പോർട്ട് ചെയ്യുന്നതിന്റെ. ഓക്കെ, സോ 40% ജനറിക് മെഡിസിൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അതിൽ 50% വാക്സിൻസ് ആണ്. സോ
നമ്മളുടെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയുള്ള ഹ്യൂജ് കമ്പനീസ് ഇതിന് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നമ്മൾ COVID-19 വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് വാക്സിൻ മൈത്രി എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ഇത് നമ്മളുടെ എന്താണ് ഇന്റർനാഷണൽ പോളിസിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ അലോട്ട് ചെയ്തിട്ടുണ്ടായി. ഓക്കെ, സോ ഈ രണ്ട് കാര്യങ്ങളുമാണ് ഇന്ത്യയിൽ ഇമ്പോർട്ടൻസ്. ഓക്കെ, സോ മൂന്ന് കാര്യങ്ങൾ എന്താണ്? നമ്മളുടെ യൂറോപ്പ് ഒരു മാർക്കറ്റ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യ ജനറിക് മെഡിസിൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യം, ഇന്ത്യ വാക്സിൻസിൽ ഒരു ഹ്യൂജ് എഡ്ജ് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മൂന്ന് കാര്യങ്ങളും നമുക്ക് വളരെ ഏറെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ ഇരിക്കുകയാണ് നമ്മളുടെ ട്രംപ് അണ്ണൻ എന്ത് കൊടുത്തത്? താരിഫുകൾ അടിച്ചു കൊടുക്കാനായിട്ട് തുടങ്ങി. ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിൽ ഇറക്കുമതി ചെയ്യുന്ന, കാരണം യുണൈറ്റഡ് സ്റ്റേറ്റ്സിനും വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു മേഖലയാണ് നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ആ മേഖലകളിൽ അറൌണ്ട് 100% താരിഫ് അടിച്ചു കൊടുക്കാനായിട്ട് ട്രംപ് അണ്ണന് സാധിച്ചു. സോ അതുകൊണ്ട് എന്ത് ചെയ്തു? അതുകൊണ്ട് ഇന്ത്യയുടെ ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിന് ഉണ്ടാകുന്ന നഷ്ടം ഹ്യൂജ് ആണ്. സോ നെക്സ്റ്റ് ഒരു എക്കോണമിക് സർവേ ഒക്കെ വരുമ്പോഴേക്കും ആ ഒരു എന്താണ് ആ ഒരു വ്യത്യാസം എന്തോരം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാനായിട്ട് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വർഷത്തെ എക്കോണമിക് സർവേയിൽ അത് എത്രത്തോളം പ്രതിഫലിക്കും എന്ന് എനിക്കറിയില്ല. എങ്കിലും ഒരു ഹ്യൂജ് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ അതിൽ കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം എന്താണ് അതിന്റെ ഒരു ഇമ്പാക്ട് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാവും. സോ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മളുടെ ഒരു ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയുടെ നെടുന്തൂൺ, അല്ലെങ്കിൽ നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ആ സമയത്താണ് എന്ത് ചെയ്തേ? ആ സമയത്ത് US-ന്റെ താരിഫ് ഷോക്ക്. അപ്പൊ US-ന്റെ താരിഫ് ഷോക്ക് നമ്മൾ പലപ്പോഴായിട്ട് നമ്മുടെ ന്യൂസ് അനാലിസിസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? രഘുരാം രാജന്റെ ഒരു പോളിസി ഉണ്ടായിരുന്നു. രഘുരാം രാജൻ അല്ല, അദ്ദേഹത്തിന്റെ പോളിസി എന്തായിരുന്നു? യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് മാത്രം നോക്കിയിരുന്നിട്ട് കാര്യമില്ല, ബാക്കിയുള്ള സ്റ്റേറ്റുകളിലേക്ക്. എവിടെയാണ്? യൂറോപ്യൻ യൂണിയൻ, ദെൻ ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു വലിയ തീരം, ദെൻ ഏഷ്യ പസഫിക്കിലേക്ക് മൊത്തമായിട്ട് നമ്മളുടെ ഒരു മാർക്കറ്റ് ചേഞ്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ദെൻ ഡോളറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. സോ ഗ്ലോബൽ സൗത്തിലേക്ക്, എവിടെയാണ്? നമ്മുടെ ആഫ്രിക്കൻ റീജിയൻ, ലാറ്റിൻ അമേരിക്കൻ റീജിയൻ, ദെൻ ഏഷ്യയുടെ സദേൺ റീജിയൻ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം നമ്മളുടെ മാർക്കറ്റ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമുക്കിവിടെ പ്രധാനമായിട്ടും ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം. സോ അതെന്താ, എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളതിന്റെ ഒരു റെപ്ലിക്ക മാത്രമാണ്, നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതിന്റെ റെപ്ലിക്ക മാത്രമാണ് 3rd പാരഗ്രാഫ് ടു 4th പാരഗ്രാഫിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു ഡിസ്കഷനിലും കാണാനായിട്ട് സാധിക്കുന്നു. സോ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു പെരിഫറൽ നോളജ് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഓക്കെ, സോ ഒന്ന് പോസ് ചെയ്യുക, വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഒന്ന് റിവൈൻഡ് ചെയ്യുക, ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക. എന്താണ് ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന്, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഉണ്ടായിരിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണ്? എത്ര ശതമാനം? ഏകദേശ കണക്ക് മതി, കൃത്യം ഇത്ര ഡോളർ ഒന്നും വേണ്ട. $50 ബില്യൺ എക്സ്പോർട്ടാണ് ഇന്ത്യ നടത്തുന്നത്. പക്ഷെ ഹ്യൂജ് പ്ലെയേഴ്സ് ഉണ്ട്, ജർമ്മനിയും സ്വിറ്റ്സർലൻഡും യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഹ്യൂജ് പ്ലെയേഴ്സ് ഉണ്ട്. പക്ഷേ ഇവരെല്ലാം കടത്തിവെട്ടാനായിട്ട് ഇന്ത്യയിൽ ഒരു ആയുധമുണ്ട്. എന്താണ്? ജനറിക് മെഡിസിൻസ്. നിങ്ങൾ ഫാർമ എന്ന് പറയുന്ന ഒരു സീരീസ് കണ്ടിട്ടുണ്ടോ? ഫാർമ, അതിൽ പറയുന്നുണ്ട് ജനറിക് മെഡിസിൻസ്. ഈ സാത്തി എന്ന് പറയുന്ന നിവിൻ പോളിയുടെ ഈ അടുത്ത് ഇറങ്ങിയ ഒരു സീരീസ് ആണ് ഫാർമ, മലയാളം സീരീസ് ആണ്. സോ അതിൽ ഈ നിവിൻ പോളി രണ്ടാമത് ചെന്ന് ചേരുന്ന ഒരു എന്താണ് ടീം അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് സാത്തി എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. സോ അതില് ആ സാത്തി നടത്തുന്ന ഒരു ഡോക്ടർ പറയുന്ന ഒരു കാര്യമുണ്ട്. 3 ലക്ഷം രൂപയുടെ എന്താണ് ക്യാൻസറിനുള്ള മരുന്നും 17,000 രൂപയുടെ സെയിം മോളിക്യൂൾ അടങ്ങിയ ജനറിക് മെഡിസിൻസും ഉണ്ട്. സോ ജനറിക് മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ വാല്യൂ മെഡിസിന്റെ അതേ കോമ്പൗണ്ട് കെമിസ്ട്രി, നമ്മളുടെ മോളിക്കുലാർ കോമ്പൗണ്ട് അടങ്ങിയ സെയിം എഫക്റ്റ് ഉള്ള ജനറൽ മെഡിസിൻസ് ആണ്. സോ അതിന് ഒരെണ്ണത്തിന് ബ്രാൻഡഡിന് 3 ലക്ഷം രൂപയായിരിക്കും. പക്ഷേ ജനറിക് മെഡിസിൻ ആകുമ്പോൾ 17,000 രൂപയെ ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ 10,000 രൂപയ്ക്ക് നമുക്ക് കിട്ടും. സോ അത്രയും പ്രൈസ് ഡിഫറൻസ് ഈ ജനറിക് മെഡിസിൻ ഉണ്ട്. സോ പെട്ടെന്ന് വിറ്റഴിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ ആഫ്രിക്കൻ മാർക്കറ്റുകൾ നമുക്ക് കൈയടക്കി കൂടെ? ആഫ്രിക്കൻ മാർക്കറ്റുകളിൽ, ആഫ്രിക്കൻ റീജിയനുകളിൽ പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട്. നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ ഡിസീസ് പോലെയുള്ള ഡിസീസുകൾ അവിടെ ഉണ്ട്. സോ അവിടെയെല്ലാം സാധാരണ വിലയിൽ മരുന്നെത്തിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഹ്യൂജ് ഇൻഡസ്ട്രി ആയിട്ട് ഈ ഏരിയാസ് എല്ലാം മാറാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ആ ഒരു ഡിസ്കഷൻ കൂടി നോക്കുക. ദെൻ നെക്സ്റ്റ് ഡിസ്കഷൻ ഈസ് റിലേറ്റഡ് ടു എന്താണ്? ഫിനാൻഷ്യൽ സിസ്റ്റം അറ്റ്
നിയർ ടേം റിസ്ക് വിയ എക്സ്റ്റേണൽ അൺസർട്ടനിറ്റീസ്. എക്സ്റ്റേണൽ അൺസർട്ടനിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്ന റിസ്കുകൾ നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ ഉണ്ടോ? സോ നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് നമ്മളുടെ RBI ഈ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിട്ടുണ്ട്. ഇന്നലെയാണ് RBI പുറത്തിറക്കിയിട്ടുള്ളത്. ഞാനപ്പോൾ ഇന്ന് ഫിനാൻഷ്യൽ എക്സ്പ്രസ് വായിച്ചു നോക്കി, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ, അതിന്റെ ഒരു അനാലിസിസ് ഞാൻ കണ്ടില്ല. അപ്പോൾ അടുത്ത ദിവസങ്ങളിലായിട്ട് അതിന്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് വരും. സോ ഡീറ്റെയിൽ ആയിട്ട് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യും. സോ ഇങ്ങനെ ഒരു റിപ്പോർട്ട് നിങ്ങൾ ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതിന്റെ ഒരു ഡീറ്റെയിൽഡ് സ്ട്രക്ചർ ഞാനത് ഡൗൺലോഡ് ചെയ്ത് വായിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, വായിച്ചു തീർന്നിട്ടില്ല. സോ വായിച്ച് തീരാണ്ടതിനെ കുറിച്ച് ഒരു അഭിപ്രായം പറയുന്നത് അത്ര ശരിയല്ല എന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കൃത്യമായിട്ടൊന്ന് കൂടുതലേക്ക് കടക്കുന്നില്ല. ദെൻ ഫിസ്ക്കൽ ഡെഫിസിറ്റ്, ബേസിക് ആയിട്ടാണുള്ളത്. ഫിനാൻഷ്യൽ എക്സ്പ്രസിലെ വാർത്തയാണ്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഡ്യൂറിംഗ് ഏപ്രിൽ നവംബർ, അതായത് കഴിഞ്ഞ വർഷം 52% മാത്രമാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഉണ്ടായതെങ്കിൽ ഈ പ്രാവശ്യം 62%, ഏപ്രിൽ നവംബർ കാലഘട്ടങ്ങളിലെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഉയർന്നിരിക്കുകയാണ്. ഏകദേശം 10% വർധന ഫിസ്ക്കൽ ഡെഫിസിറ്റിൽ ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ബേസിക് ആയിട്ട് നമ്മളുടെ എക്കണോമിക്സിലുള്ള ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്താണ് എന്നുള്ളതൊന്ന് റിവൈസ് ചെയ്യണം. ഇറ്റ്സ് എ ടാസ്ക് ഫോർ യു. റിവൈസ് ചെയ്യുക ഫിസ്ക്കൽ ഡെഫിസിറ്റ്. ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് എന്താണ്, റിവൈസ് ചെയ്യുക. ദെൻ വേറെ എന്താണ്, ഒരു സിമ്പിൾ ചോദ്യം ചോദിക്കട്ടെ. ഇന്ത്യയിലെ ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് പ്രകാരം എത്രയായിരിക്കണം, GDP-യുടെ എത്ര ശതമാനമായിരിക്കണം ഫിസ്ക്കൽ ഡെഫിസിറ്റ്? എന്താണ് ആൻസർ? 50%. ഓപ്ഷൻ എ 50%, ഓപ്ഷൻ ബി 60%, ഓപ്ഷൻ സി 10%, ഓപ്ഷൻ ഡി 2.5%. ഓഫ് കോഴ്സ് ഇന്ത്യയുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 2.5% സോ അതിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമുക്ക് അത് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അതിങ്ങനെ ട്രജക്ടറി കുറച്ച് കൊണ്ടുവരണം എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഈ 62%, ഇപ്പോ ഇന്നത്തെ പത്രത്തിൽ എഴുതിയിരിക്കുന്നു, ഫിനാൻഷ്യൽ എക്സ്പ്രസിൽ എഴുതിയിരിക്കുന്നു 62% ഓഫ് ഫിനാൻഷ്യൽ ഇയർ 26 BE. സോ ഇന്ത്യയുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് GDP-യുടെ 62% അല്ല. തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, തെറ്റിദ്ധരിക്കരുത്. GDP-യുടെ ബേസിസിലല്ല ഈ 62% കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ കഴിഞ്ഞ വർഷത്തെ 52%, ഇത് എന്തിന്റെയാണ്? ഇത് നമ്മളുടെ ബഡ്ജറ്റ് എക്സ്പെക്ടേഷന്റെ ബേസിസിലാണ് ഈ 62% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്, GDP-യുടെ ബേസിസിലല്ല. GDP-യുടെ ബേസിസിൽ നമ്മളുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഒരു 4%, 5% ഒക്കെയാണ് മാക്സിമം വരാനായിട്ടുള്ള സാധ്യതകൾ ഉള്ളത്. 10% ഉയരുന്ന കൺട്രീസ് ഉണ്ട്. ഓക്കെ, സോ 5%-ലേക്കൊക്കെയാണ് മാക്സിമം നമ്മുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഒക്കെ വരിക. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 2.5, 3%-ലേക്കൊക്കെ ലിമിറ്റ് ചെയ്യണം എന്നാണ് നമ്മളുടെ നരസിംഹറാവുവിന്റെ അല്ലേ? നരസിംഹറാവുവിന്റെ ആണെന്ന് തോന്നുന്നു. നരസിംഹറാവു അല്ലല്ലോ, ഒരു എക്കണോമിക്സ്റ്റ് ഉണ്ട്, പേര് മറന്നുപോയി. സോ അദ്ദേഹത്തിന്റെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നത്, FRBM ആക്ട് കണ്ടുപിടിച്ചത്, ഐ ഫോർഗോട്ട് ഹിസ് നെയിം. സോ അദ്ദേഹത്തിന്റെ ഒരു ലക്ഷ്യം, നമ്മളുടെ 16th ഫിനാൻസ് കമ്മീഷന്റെ ഹെഡ്, പേര് മറന്നുപോയി. ഓക്കെ, സോ ആ ഒരു ലെവലിലേക്ക് കുറയ്ക്കണം എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. എത്രയാണ്? 2.5 to 3, മാക്സിമം 3-ലേക്ക് കുറയ്ക്കണം എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. ഓക്കെ ആണോ? സോ ഇത് തെറ്റിദ്ധരിക്കരുത്. ഈ 62% കാണുമ്പോൾ തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉള്ള രീതി എന്ന് പറയുമ്പോൾ പബ്ലിക് ഡെപ്റ്റ് ആണ്. പബ്ലിക് ഡെപ്റ്റ് GDP-യുടെ എത്രയാണ്? GDP-യുടെ 62 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ക്ഷമിക്കാം, കുഴപ്പമില്ലാത്തൊരു ഡെപ്റ്റ് ആണ്. പക്ഷേ ഫിസ്ക്കൽ ഡെഫിസിറ്റ് 62% എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് GDP-യുടെ അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കണം. ഈ പത്രം വായിച്ചു കഴിയുമ്പോൾ പലർക്കും ഉണ്ടാവുന്ന ഡൗട്ടാണ്, കൃത്യമായിട്ട് എന്തിന്റെ ആണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. സോ ഫിസ്ക്കൽ ഡെഫിസിറ്റ് അറൌണ്ട് 5% ഒക്കെ മാക്സിമം വരത്തേ ഉള്ളൂ. അത് GDP-യുടെ 5% മാക്സിമം വരത്തേ ഉള്ളൂ എന്ന് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, ദെൻ കമ്മിങ് ടു ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ ഡിസ്കസ് ചെയ്ത ഫസ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് വീണ്ടും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതില് ഏതൊക്കെയാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് 100% ഓട്ടോമാറ്റിക് റൂട്ടിലൂടെ വരുന്നത്? പെർട്ടിക്കുലർലി സോ നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഓട്ടോമാറ്റിക് റൂട്ട് എന്താണ്, ദെൻ ഗവൺമെന്റ് അപ്രൂവ്ഡ് റൂട്ട് എന്താണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്.
ദെൻ ഗവൺമെന്റ് അപ്രൂവ്ഡ് ആണെങ്കിൽ ഗവൺമെന്റിന്റെ അപ്രൂവൽ വേണം. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒക്കെ ഡിഫറൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെ നിങ്ങൾ ആൻസർ ചെയ്യും? സോ എനിക്കറിയാം ഏതെങ്കിലും ഒരു ഇമ്പോർട്ടന്റ് സെക്ടറിലേക്കാണ്, അതായത് ഇന്ത്യയുടെ എന്താണ് സെക്യൂരിറ്റിയെ, ഇന്ത്യയുടെ സന്തുലിതാവസ്ഥയെ ക്രമീകരിക്കുന്ന ഏതെങ്കിലും ഇമ്പോർട്ടന്റ് സെക്ടറിലാണെങ്കിൽ അവിടെ 100% ഓട്ടോമാറ്റിക് റൂട്ട് കൊടുക്കില്ല. ഓക്കെ, അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഹോർട്ടിക്കൾച്ചറും അത്ര വലിയ ഇമ്പോർട്ടന്റ് സെക്ടർ അല്ല. കാരണം എന്താണ്, ഈ അഗ്രികൾച്ചറൽ മേഖലയിൽ ഒരുപാട് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ വന്നാൽ മാത്രമേ എന്ത് പറ്റുകയുള്ളൂ, കൂടുതൽ ആളുകളിലേക്ക് അഗ്രികൾച്ചർ എത്തുകയുള്ളൂ, നമ്മളുടെ ഫുഡ് പ്രൊഡക്ഷനും കാര്യങ്ങളും എല്ലാം കുറച്ചും കൂടി സെക്യൂർ ആവുകയുള്ളൂ. സോ ഒന്ന് എന്തായാലും ഓട്ടോമാറ്റിക് റൂട്ടിൽ 100% റൂട്ടിൽ ഉണ്ടാകും എന്ന് എന്റെ മനസ്സ് പറഞ്ഞു. സോ ഒന്നില്ലാത്ത ഓപ്ഷനുകൾ ഞാൻ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. രണ്ടാമത്തെ ഓപ്ഷൻ മൈനിങ് എക്സ്പ്ലോറേഷൻ ഓഫ് ഗോൾഡ് ആൻഡ് സിൽവർ. ഓക്കെ, മൈനിങ് എക്സ്പ്ലോറേഷൻ ഓഫ് ഗോൾഡ് ആൻഡ് സിൽവർ, സിൽവറിന്റെയും ഗോൾഡിന്റെയും എക്സ്പ്ലോറേഷൻസ് എനിക്ക് ഡൗട്ടായി, അത് വരാനായിട്ടുള്ള സാധ്യതയുണ്ടോ? പെർട്ടിക്കുലർലി ഞാൻ അങ്ങനെ വാർത്തയിലൊന്നും വായിച്ചപ്പോഴൊന്നും അത് കേട്ടിട്ടില്ല. സോ എനിക്ക് ഡൗട്ടായി. ദെൻ ഐ കം ടു തേർഡ് സെഷൻ, നിധി കമ്പനീസ്. എന്താണ് നിധി കമ്പനീസ്? എനിക്ക് പേരിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, ഇറ്റ്സ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികൾ പോലെ അല്ലെങ്കിൽ ബാങ്കിങ് സെക്ടർ പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് നിധി കമ്പനീസ്. പണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എന്തോ ഒരു സാധനം. സോ അവിടെ ഞാൻ ചിന്തിച്ചു, ബാങ്കിങ് സെക്ടറിലും നോൺ ബാങ്കിങ് സെക്ടറിലും 100% ഓട്ടോമാറ്റിക് റൂട്ടിൽ ഇവന്മാര് അനുവദിക്കുവോ? ഗവൺമെന്റ് അനുവദിക്കുവോ? ഇല്ല. കാരണം എന്താണ്? ഫോർ എക്സാമ്പിൾ ചൈന ഇന്ത്യയിലേക്ക് നമ്മുടെ ബാങ്കിങ് സെക്ടറിൽ FDI നിക്ഷേപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 100% FDI ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഉള്ളൊരു ബാങ്ക് അവർ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചൈനീസ് ആക്സിസ് ബാങ്കോ അല്ലെങ്കിൽ ചൈനീസ് ബാങ്ക് എന്ന് പറഞ്ഞ ഒരു ബാങ്ക് അവർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ 100% ഓട്ടോമാറ്റിക് റൂട്ടിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊരു ചലഞ്ച് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ ഇവര് വലിയ പൈസകൾ സ്വരൂപിച്ചു കഴിഞ്ഞതിന് ശേഷം, ഫോർ എക്സാമ്പിൾ അവർ ഒരു 12% ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്തു, എല്ലാവരും കൊണ്ടുപോയിട്ട് അവിടെ ചൈനീസ് ബാങ്കിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിച്ചു. ഇവര് പിറ്റേ ഒരു ദിവസം ഈ പണമെല്ലാം കൂട്ടിയിട്ട് തിരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് അതൊരു ഹ്യൂജ് ലോസ് ആവില്ലേ? ലോസ് ആവും. സോ അതുകൊണ്ട് നമ്മളുടെ ബാങ്കിങ് സെക്ടറിൽ പൊതുവെ 100% ഓട്ടോമാറ്റിക് റൂട്ട് കൊടുക്കാറില്ല. സോ തേർഡ് ഓപ്ഷൻ ഞാൻ എലിമിനേറ്റ് ചെയ്തു, വിച്ച് മീൻസ് ബി ഓൾറെഡി പോയിട്ടുണ്ട്, സി പോയിട്ടുണ്ട്. ഓക്കെ, ബി പോയിട്ടുണ്ട്, സി പോയിട്ടുണ്ട്. ഓക്കെ, സോ എനിക്ക് മനസ്സിലായി ഒന്നാമത്തെ ഓപ്ഷൻ ഇതിലുണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ നമ്മൾ ഓൾറെഡി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി, അത് എന്റെ ഇൻറ്റ്യൂഷൻ കറക്റ്റ് ആണ് എന്ന് മനസ്സിലായി. ഫോർത്ത് ഓപ്ഷൻ ഡയറക്ട് ടു ഹോം സർവീസ്, നമ്മളുടെ ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡ്, മറ്റേ ഏഷ്യാനെറ്റ് ചന്ദനമഴ സീരിയലൊക്കെ കാണാനായിട്ടുള്ള ഡയറക്ട് ടു ഹോം സർവീസ്, എന്താണ് നമ്മളുടെ DTH ഡിഷ് ആന്റീന വെക്കുന്ന ഡയറക്ട് ടു ഹോം സർവീസ് ഉണ്ടല്ലോ, DTH വിഷൻ, അത് 100% ഓട്ടോമാറ്റിക് റൂട്ടിൽ അനുവദിക്കപ്പെടുന്ന സാധനമാണ്. ഓക്കെ, സോ ഇനി എന്റെ ഒരു ഡൗട്ട്, വെദർ ഇറ്റ് ഈസ് 2 or 3, വെദർ ഇറ്റ് ഈസ് 2 ഇൻക്ലൂഡഡ് ആണോ അല്ലയോ എന്നുള്ളതാണ്. സോ ഓപ്ഷൻ എ ആണോ ഡി ആണോ എന്നുള്ളതാണ് എന്റെ ഒരു ഡൗട്ട്. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഡയറക്ട് ടു ഹോം സർവീസ്, അതായത് DTH സർവീസിന് 100% എന്താണ് 100% ഈ ഓട്ടോമാറ്റിക് റൂട്ടിലൂടെ അലൗഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, മൈനിങ് എക്സ്പ്ലോറേഷൻ, ഇന്ത്യയുടെ മൈനിങ് ഏരിയാസിലേക്ക് 100% ഓട്ടോമാറ്റിക് റൂട്ട് കൊടുക്കുന്നതിൽ തെറ്റുണ്ടോ? ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഗോൾഡ് ഒക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് ഒറ്റ രാത്രി കൊണ്ട് ഇവന്മാർക്ക് ഇതെല്ലാം കൂടി ചൈനയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല, അതൊരു ഹ്യൂജ് പ്രോസസ് ആണ്. എന്നാൽ മൈനിങ് എക്സ്പ്ലോറേഷന് വേണ്ടിയിട്ട് ഒരുപാട് റിസർച്ചും ടെക്നോളജിയും ആവശ്യമാണ്. സോ അത് മച്ച് കമ്പയർഡ് ടു ഡയറക്ട് ടു ഹോം സർവീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മൈനിങ് എക്സ്പ്ലോറേഷൻ ഓഫ് ഗോൾഡ് ആൻഡ് സിൽവർ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഈസിയാണ്. എന്താണ്
നമ്മളുടെ ഓട്ടോമാറ്റിക് റൂട്ടിൽ 100% ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കാനായിട്ട് കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നി. സോ ഐ ടു സോ ഇറ്റ്സ് എ ഗസ്, ഇറ്റ്സ് എ എന്താണ് കാൽക്കുലേറ്റഡ് ഗസ്. 2 വരാം എന്നുള്ളൊരു ഓപ്ഷനിൽ ഞാൻ 1, 2, 4 സെലക്ട് ചെയ്തു. ഓപ്ഷൻ കറക്റ്റ് ആണ്. നമ്മളുടെ 1, 2, 4 തന്നെയാണ് ഇവിടെ ആൻസർ വന്നിരിക്കുന്നത്. സോ ഹോർട്ടിക്കൾച്ചർ, മൈനിങ് ആൻഡ് എക്സ്പ്ലോറേഷൻ, ഡയറക്റ്റ് ടു ഹോം സർവീസ്. ഓക്കെ, സോ നിധി കമ്പനീസ് ഇല്ല എന്നൊരു പോയിന്റ് എന്താണ് ഇന്റലക്ച്വൽ ഐഡിയ നിങ്ങളിലേക്ക് വരണം. സോ ഈ ഒരു ഐഡിയയാണ് നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളിൽ, ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസുകളിൽ നിങ്ങൾ ചെയ്യേണ്ടത്. സോ ബേസിക് ആയിട്ടുള്ള ഇതിൽ നിന്ന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോൾ ഇതൊന്നും നമ്മൾ എടുത്തെടുത്ത് പഠിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല. അങ്ങനെ ഓരോ കാര്യങ്ങളുടെയും ഡീറ്റെയിൽഡ് വിവരങ്ങൾ എടുത്തെടുത്ത് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ UPSC എഴുതാനായിട്ട് ടൈം കിട്ടില്ല. പക്ഷേ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇതിൽ എന്തോ ഒളിഞ്ഞു കിടപ്പുണ്ട്, നമുക്കിത് ശരിയാക്കാനായിട്ടുള്ള ഒരു എന്തോ സാധനം ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ നോക്കണം. ഓക്കെ, സോ ഒരു പ്രിലിംസ് ഡിസ്കഷനുമായി ബന്ധപ്പെട്ടിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് വരുന്നുണ്ട്. നമ്മുടെ യൂട്യൂബിലേക്കുള്ള ക്ലാസ്സുകൾ നമുക്ക് വരുന്നുണ്ട്. അവിടെ നമ്മൾ എങ്ങനെയാണോ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇതെങ്ങനെയാ കറക്റ്റ് ആൻസറിലേക്ക് നമുക്ക് നമ്മുടെ പരിമിതമായ അറിവ് കൊണ്ട് നമ്മൾ കറക്റ്റ് ആൻസറിലേക്ക് എത്തിയത് എന്ന് കൂടിയിട്ട് നിങ്ങൾ വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഈ ഒരു ഡി ഓപ്ഷനിലേക്ക് എത്തിയായിരുന്നോ? എന്താണ് നിങ്ങളുടെ ഒരു വിലയിരുത്തൽ ഉണ്ടായിരുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വന്നപ്പോൾ? നിങ്ങൾ എങ്ങനെയാണ് ചിന്തിച്ചത്? അതെനിക്കൊന്ന് അറിയാൻ സാധിച്ചെങ്കിൽ നിങ്ങൾ എവിടെയാണ് തെറ്റിപ്പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇനി ഒരു പ്രിലിംസ് ടെസ്റ്റ് സീരീസിന്റെ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഒരു പ്രിലിംസിന്റെ അടുത്ത കാലഘട്ടങ്ങളിൽ നിങ്ങൾ എങ്ങനെ അതൊരു കറക്റ്റ് ചെയ്യണമെന്ന് എനിക്ക് പറഞ്ഞു തരാൻ സാധിക്കുമായിരുന്നു. സോ എന്റെ നമ്പർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് നിങ്ങളുടെ ഒരു ആൻസറും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാണ് തെറ്റിപ്പോകുന്നത് എന്നൊക്കെ എനിക്ക് ഗൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ വരും ദിവസങ്ങളിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. അപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഇതിലേക്ക് നമ്മുടെ ന്യൂസ് അനാലിസിസ് ഡിസ്കഷനിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇന്ന് കുറച്ച് ലെങ്ത് ആയി പോയി, കുഴപ്പമില്ല. നമുക്ക് അടുത്ത ദിവസങ്ങളിലേക്ക് നമുക്ക് ഒരു 30 minutes to 40 minutes നമ്മളത് ലിമിറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് തന്നെ പോകാം. ഓക്കെ.